പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എക്സ്ട്രാ ഓർഡിനറി മെൻ എന്ന തെലുഗു മൂവിയുടെ ഒരു ഷോർട്ട് റിവ്യൂ ആണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. 2023 റിലീസായ കോമഡി ഡ്രാമ ഗണത്തിൽപ്പെടുന്ന തെലുഗു മൂവിയാണ് എക്സ്ട്രാ ഓർഡിനറി മെൻ. വക്കന്തം വംശി സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രത്തിൽ നിതിൻ, ശ്രീലീല, സുദേവ് നായർ എന്നിങ്ങനെ നിരവധി പേർ അഭിനയിച്ചിരിക്കുന്നു. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു ജൂനിയർ ആർട്ടിസ്റ്റായി സിനിമയിൽ വർക്ക് ചെയ്യുന്ന നായകൻ ഏത് വിധത്തിലെങ്കിലും മുന്നേറി ഒരു നായകനായും അഭിനേതാവായും ഒക്കെ സക്സസ് ആവണം എന്ന ആഗ്രഹത്തോടെ അവൻ ജീവിച്ചു വരികയാണ്. അങ്ങനെ മുന്നോട്ട് പോകുന്ന അവൻ്റെ ഫാമിലിയിലും പ്രണയത്തിലും ജീവിതത്തിലുമൊക്കെയായി ഉണ്ടാകുന്ന അപ്രതീക്ഷിതമായ സംഭവങ്ങളും അതിനെ തുടർന്ന് പിന്നീടുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമൊക്കെയാണ് ഈ ചിത്രത്തിൻ്റെ ഇതിവൃത്തം. എക്സ്ട്രാ ഓർഡിനറി മെൻ എന്ന സിനിമ ഇപ്പോൾ തെലുങ്കിലും തമിഴ് ഡബ്ബിങ്ങിലുമൊക്കെയായി ഹോട്ട്സ്റ്റാറിലൂടെ പ്രീമിയർ ചെയ്തിട്ടുണ്ട്. സിനിമയിൽ അഭിനയിച്ചവരെല്ലാം തന്നെ അവരുടേതായ കഥാപാത്രങ്ങളെ നന്നായി തന്നെ കൈകാര്യം ചെയ്തിരിക്കുന്നു. സിനിമയുടെ മേക്കിങ്ങും ടെക്നിക്കൽ വശങ്ങളും സാഹചര്യത്തിന് അനുസൃതമായി വരുന്ന മ്യൂസിക്കുമൊക്കെ ഡീസൻ്റായി തന്നെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. കഥാപരമായിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ സിമ്പിളായിട്ടുള്ള ഒരു കഥാസാഹചര്യത്തെ വളരെ വ്യത്യസ്തമായ ഒരു രീതിയിലാണ് സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു കോമഡി ഡ്രാമ എന്ന രീതിയിൽ സിനിമയിൽ വന്നു പോകുന്ന കുറച്ച് കോമഡികളൊക്കെ കൊള്ളാമായിരുന്നു. അതിലുപരി പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക സംഭവങ്ങളൊന്നും സിനിമയിൽ ഉള്ളതായി തോന്നിയില്ല. സിനിമ മുഴുവനായും കണ്ടു കഴിയുമ്പോൾ ഒരു സ്പൂഫ് പടം കണ്ട ഫീൽ മാത്രമാണ് സമ്മാനിക്കുന്നത്. പഴയ പല സിനിമകളിൽ നിന്നുമുള്ള പാട്ടുകളും റെഫറൻസുകളും ലോജിക്കില്ലാത്ത കഥാസാഹചര്യങ്ങളും പല സിറ്റുവേഷനിലും ഓവർ ആക്ടിംഗ് ആയി പെർഫോം ചെയ്യുന്ന ആക്ടേഴ്സുമൊക്കെയായി ഒരു ഫുൾ സ്പൂഫ് കോമഡി മൂവി എന്ന രീതിയിലൊക്കെയാണ് സിനിമയെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം ചില സീനുകളൊക്കെ കാണുമ്പോൾ ഇവർ സീരിയസ് ആയിട്ടാണോ എടുക്കുന്നത്, കോമഡി ആയിട്ടാണോ ചെയ്യുന്നത്, ഈ സിനിമ കൊണ്ട് തന്നെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. 2 മണിക്കൂർ 35 മിനിറ്റുകളോളമാണ് സിനിമയുടെ ദൈർഘ്യം വരുന്നത്. നായിക കഥാപാത്രത്തിനൊന്നും പ്രത്യേകിച്ച് വലുതായൊന്നും ചെയ്യാനില്ല. കോമഡികൾ, ഇടയ്ക്ക് ഓരോ പാട്ടുകൾ, ആക്ഷൻ എന്നിങ്ങനെ ഒരു സ്ലോ പേസിൽ സിനിമയെ വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നത് പോലെയൊക്കെയാണ് അനുഭവപ്പെട്ടത്. മൊത്തത്തിൽ പറഞ്ഞാൽ വ്യത്യസ്തമായ ഒരു സ്പൂഫ് കോമഡി സിനിമ കാണണം എന്ന് താല്പര്യമുള്ളവർക്ക് ടൈം പാസിനായി വേണമെങ്കിൽ ഒരു തവണ കണ്ടു നോക്കാവുന്ന ഒരു സിനിമയാണ് എക്സ്ട്രാ ഓർഡിനറി മെൻ എന്ന് പറയാം. അല്ലാത്ത പക്ഷം 2.5 മണിക്കൂർ ക്ഷമ പരീക്ഷിക്കുന്ന ഒരു ബിലോ ആവറേജ് സിനിമ അനുഭവമാണ് ചിത്രം സമ്മാനിക്കുന്നത്. സിനിമ ഇപ്പോൾ ഹോട്ട്സ്റ്റാറിൽ ലഭ്യമാണ്. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം. ഈ സിനിമ ഇതിനോടകം തന്നെ കണ്ടവരുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ. അതിനോടൊപ്പം കൂടുതൽ മൂവി റിവ്യൂസിനും മറ്റ് വീഡിയോസിനുമൊക്കെയായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.